ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ADGPയെ മാറ്റണമെന്ന് CPI ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ADGP വിഷയം ഇടതുമുന്നണി യോഗത്തിന്റെ അജണ്ടയിലില്ലായിരുന്നു. RJD-യാണ് ADGP RSS കൂടിക്കാഴ്ച അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. നിലപാട് പറഞ്ഞിട്ടുണ്ടോ? നിലപാടേ ഉള്ളൂ, പുറകോട്ട് മുന്നോട്ടൊന്നുമില്ല. നിലപാടേ ഉള്ളൂ. നടപടി വേണ്ടേ? ഇത് ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം, പ്രത്യേകിച്ച് സമീപകാല രാഷ്ട്രീയ സംഭവവികാസം. ഈ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP RSS നേതാക്കളെ കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലമായി RSSന്റെ വളർച്ച ഇവിടെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസിലെ ഉന്നതൻ തന്നെ RSS ദേശീയ നേതാക്കളെ കണ്ടിരിക്കുന്നു. മുന്നണി യോഗത്തിൽ എങ്ങനെയാണ് ഈ വിഷയം വന്നത്? അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്നതാണോ അല്ലെ? അജണ്ടയിലില്ലായിരുന്നു. അത് അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. എന്താ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? നടപടി ഉണ്ടാകുമെന്നാണോ? ആ നടപടി ഉണ്ടാകുമെന്നല്ല, ഈ കാര്യം കൂടി അന്വേഷണത്തിന്റെ പരിപാടി ഉൾപ്പെടുത്തുമെന്ന്. അപ്പൊ അന്വേഷണ ശേഷമായിരിക്കും നടപടിയിലേക്ക്. ADGP RSS കൂടിക്കാഴ്ച, പൂരം കലക്കൽ വിഷയങ്ങളിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കാണുന്നതിലല്ല, എന്തിന് കാണുന്നു എന്നതിലാണ് പ്രശ്നമെന്നും LDF കൺവീനർ പറഞ്ഞു. സ്പീക്കർ സ്വതന്ത്ര പദവിയാണ്, അദ്ദേഹം പറയുന്നതിൽ പ്രതികരിക്കുന്നില്ലെന്നും TP രാമകൃഷ്ണൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്രധാനത്തിൽ പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ അൻവർ നൽകിയ പരാതിയിൽ, തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം. അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. വേറെ പിന്നെ നിങ്ങളിപ്പോ ഈ RSSന്റെ പ്രശ്നത്തിൽ RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ CPIMോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ? അതാണോ കേരളത്തിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം? ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. എല്ലാ നിലയിലുമുള്ള ആക്രമണത്തെ നേരിടുന്നവരാണ്. ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ RSSുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ചു വിശ്വസിക്കാം. കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അതാണ് ഇക്കാര്യത്തിലുള്ളത്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ആളുകളെ ശിക്ഷിക്കാം. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. ഈ സമീപനം തന്നെ എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യും, അതിലൊരു ആശങ്കയും വേണ്ട. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്. കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? ഒരു വ്യക്തിയെ ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്. അതിന് സംശയമുണ്ടോ? ഭരണഘടനാ പദവിയാണത്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. ഫോൺ ചോർത്താൻ പാടില്ല എന്നാണ്. ആര് ചെയ്താലും തെറ്റാണത്. അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്കാർക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ല. അതിന് ഒരു നല്ല ലക്ഷണമാണ്.
ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല എന്നതാണ് വ്യക്തമാകുന്നത്. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഘടകകക്ഷികൾ അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും ഈ വിഷയം ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു, അത് ചർച്ചയായിരിക്കുന്നു. വലിയ വിയോജിപ്പ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് നടപടിയില്ലാത്തതിനെതിരെ ഉയർന്നിട്ടും മുഖ്യമന്ത്രി എങ്ങനെയാണ് ADGPക്ക് സംരക്ഷണ കവചം ഒരുക്കിയത്? അജണ്ടയില്ലാത്ത വിഷയം ചർച്ചയ്ക്കെടുക്കണം. കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം RSSന്റെ വളർച്ചയും RSSനെ ADGP MR അജിത് കുമാർ RS നേതാക്കളെ കണ്ടതുമാണ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ച RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ആയിരുന്നു. തുടർന്ന് വിഷയം മുന്നണി ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു. CP ഉൾപ്പെടെയുള്ള കക്ഷികൾ ശക്തമായ നിലപാട് അറിയിച്ചു. അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം യോഗത്തിൽ ആവശ്യപ്പെട്ടു. മറ്റു കക്ഷികളുടെ ഭാഗത്ത് സമാനമായ പ്രതികരണമാണ് ഉണ്ടായത്. ഒടുവിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയും ഇത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും, ഈ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൂടി DGPയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ പിന്തുണ തൽക്കാലത്തേക്ക് അജിത് കുമാറിന് ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താം. കാരണം വലിയ വിമർശനമാണ് അജിത് കുമാറിന്റെ നടപടികൾക്കെതിരെ ഭരണമുന്നണിക്കുള്ളിൽ തന്നെ ഉയരുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇതിൽ കടുത്ത വിമർശനം മുന്നണിക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. എങ്ങനെയാകും വരും ദിവസങ്ങളിൽ മുന്നണി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിൽ പ്രതികരണം ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. പക്ഷേ മുന്നണി കൺവീനർ പൂർണ്ണമായും മുഖ്യമന്ത്രി നിലപാടിനെ പിന്തുണച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അന്വേഷണം വരെ കാത്തിരിക്കൂ. ഇപ്പോൾ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറുടെ ഉറപ്പ്. നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പോഴും അത് എപ്പോൾ ഉണ്ടാകും, അന്വേഷണം ഏത് വിഷയമാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തത മുന്നണി നേതൃത്വത്തിലും ഇല്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനം, മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നണി യോഗം അംഗീകരിക്കുകയായിരുന്നു. ഘടകകക്ഷികൾക്ക് അതിൽ വലിയ എതിർപ്പുണ്ടെങ്കിലും തീർച്ചയായും ഘടകകക്ഷികൾ ഒപ്പം പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തുള്ളപ്പോൾ പോലും ആ സംരക്ഷണം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൽക്കാലം നടപടിയില്ല. മറ്റ് സ്ഥലം മാറ്റം ഉൾപ്പെടെ സുജിത് ദാസിന്റെ കേസിൽ ഉൾപ്പെടെ നടപടികൾ ഉണ്ടായിട്ടും ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉടനില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യവും വ്യക്തമാക്കുന്നത്. അരുൺ, ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ പരിധിയിൽ RSS നേതാവിനെ കണ്ടതുകൂടി ഉൾപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻ. ആ അന്വേഷണം ഏത് തരത്തിലെന്നോ എങ്ങനെയായിരിക്കുമെന്നോ ഉള്ള കാര്യം വിശദമാക്കുന്നുണ്ടോ LDF കൺവീനർ? അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഘടകകക്ഷികൾ തൃപ്തരാണോ? ഘടകകക്ഷികൾക്ക് തൃപ്തിയില്ല എന്നത് വ്യക്തമാണ്. അത് RJD നേതാവ് തുറന്നു പറഞ്ഞു. വർഗീസ് ജോർജ് അത് തുറന്നു പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഒരു തീരുമാനം പറയുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ തങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് തന്നെയായിരുന്നു. മുന്നണി യോഗത്തിനുള്ളിൽ CP ഉൾപ്പെടെയുള്ള മറ്റു കക്ഷി നേതാക്കളും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ മുന്നണിക്കുള്ളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനം പറയേണ്ടത് മുന്നണി കൺവീനറാണ്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിനില്ല എന്നായിരുന്നു നിവേശത്തിന്റെ മറുപടി. അദ്ദേഹത്തെ നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണത്തിനുടൻ ഇല്ല എന്ന മറുപടിയാണ് CPയുടെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അവർക്ക് അതിർത്തിയുണ്ട്. പക്ഷേ മുന്നണി മര്യാദ പാലിച്ച് ഇനി ആ വിഷയം തുടർന്ന് പരസ്യ പ്രതികരണത്തിലുടൻ ഇല്ല എന്നാണ് മുന്നണി കൺവീനർ പറയുന്നത്. പക്ഷേ CPIക്ക് അങ്ങനെ അത്ര എളുപ്പം ആ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു. തൃശൂരിൽ VS സുനിൽകുമാർ ജയിക്കുമെന്ന് ഏറെക്കുറെ അവർ ഉറപ്പിച്ചതാണ്. പക്ഷേ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരാജയത്തിലേക്ക് തള്ളിയിട്ടു. അതിനുവേണ്ടി ഗൂഢാലോചനയുണ്ട്. അതാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അടക്കമുള്ള CP നേതാക്കളുടെ പരാതി. അതുതന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് വിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത്. പക്ഷേ മുന്നണി നേതൃത്വം, CP നേതൃത്വം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അത്തരമൊരു നടപടിക്ക് തയ്യാറല്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, അതിനുശേഷമാകാം അത്തരം ആലോചനകളെന്ന് പറഞ്ഞതോടുകൂടി മുന്നണിക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ CP തയ്യാറായിരുന്നില്ല. ശരി, എന്തായാലും കടുത്ത ആരോപണം അല്ലെങ്കിൽ പ്രതിഷേധം ഘടകകക്ഷികൾക്കിടയിൽ നിന്ന് ഉയരുമ്പോൾ പോലും ADGP MR അജിത് കുമാറിന് എതിരെ നടപടിയില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അത് കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ പോലും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, മറ്റ് നടപടികൾ പിന്നാലെ എന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.